പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറാനുണ്ട്. അഥവാ നിന്റെ പ്രത്യേകമായ നോട്ടം അല്ലാഹുവേ ഞങ്ങളിലേക്ക് നീ നോക്കണേ അല്ലാഹ്. തോറും അതിന്റെ വെതർ, അതിന്റെ ഡിഗ്രി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡും അതുപോലെ തന്നെ കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും അങ്ങനെ മലബാറിലും തെക്കൻ കേരളത്തിലും കർണാടകയിലും എല്ലാം ഓരോ ദിവസങ്ങൾ കഴിയും തോറും ചൂടിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. 35ഉം 36ഉം ഒക്കെയായി വെതർ കാണിക്കുകയാണ്. അതുപോലെ തന്നെ കർണാടകയിൽ 40 വരെ ചൂടെത്തിയ സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടിയന്തര പ്രാധാന്യമുള്ള ഒരു മെസ്സേജ് ഒരുപാട് കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുമല്ലോ. നമ്മളത് പലരിലേക്കും കൈമാറുമ്പോ ഒരു വലിയൊരു സന്ദേശമായി നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ വരെ അപഹരിക്കാൻ കാരണമാകുന്ന ഒരു കാലാവസ്ഥയാണ് ഒരുപക്ഷെ ഈ ചൂട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളും ചില പ്രശ്നങ്ങളുമെന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് ധാരാളമായി വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് എ സിയിലൊക്കെ കഴിയുന്ന ആളുകൾ, പൂർണ്ണമായ സമയം എ സിയിൽ കഴിയുന്നവരുണ്ടാകും. നമ്മുടെ ശരീരത്തിലുള്ള ഊർജത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അംശങ്ങളെ ഊറ്റിയെടുക്കുകയാണ് ഈ എ സിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളമായി നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നതിന് നമ്മുടെ യാതൊരു കുറവും വരുത്താൻ പാടില്ല. പരമാവധി വെള്ളം കുടിക്കുക. പൊതുവെ ഈ ചൂടിങ്ങനെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അമിതമായ ഹീറ്റ് സ്ട്രോക്ക് ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കടുത്ത തലവേദന ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ബോധക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഛർദി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിയർക്കാതെ വരണ്ട ചർമ്മങ്ങളായി അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ച് ഒരുപക്ഷെ അത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയും. അഥവാ ശരീരം ചൂടായിട്ട് സ്ട്രോക്ക് സംഭവിക്കുക, അങ്ങനെയും സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം കൂടുതലായി ഹീറ്റാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ആ ഏറ്റവും ചൂടനുഭവപ്പെടുന്ന ഉച്ചയ്ക്ക് ഒരു 11 മണിയുടെയും 3 മണിയുടെയും ഇടയിലുള്ള സമയങ്ങളിൽ നമ്മളും നമ്മുടെ കുട്ടികളെയും കൂടുതൽ പുറത്തേക്ക് ഇറക്കാതെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ വന്നു ചേർന്നിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതോടൊപ്പം നമ്മളെല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഒരുപാട് ജീവിജാലങ്ങളുണ്ട്, ഒരുപാട് മൃഗങ്ങളുണ്ട്, ഒരുപാട് പക്ഷിലതാദികളുണ്ട്. അവർക്കും കൃത്യമായ സമയത്ത് വെള്ളം കിട്ടണം. അതിന് നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് വരുന്ന കാക്കകളായാലും പറവകളായാലും പക്ഷികളായാലും അതുപോലെ ഏതെങ്കിലും ജന്തുക്കളായാലും ഏതിനായിരുന്നാലും അതുപോലെ നാൽക്കാലി മൃഗങ്ങളായാലും അവർക്കും യഥാസമയം വെള്ളമെത്തിക്കൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഓരോ വീടിന്റെയും മുറ്റത്ത് ഒരു പ്രത്യേകിച്ച് പക്ഷികൾക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെറിയ വിശാലമായ പാത്രത്തിൽ നമ്മൾ അല്പം വെള്ളം അവിടെ വെച്ചു കൊടുത്താൽ ആ വരുന്ന പറവകൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമെല്ലാം വെള്ളം കുടിക്കാൻ അതൊരു കാരണമായി തീരും. അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു പക്ഷിക്ക് അല്ലെങ്കിൽ ഒരു പറവക്ക് അല്ലെങ്കിൽ ഒരു നാൽക്കാലി മൃഗത്തിന് വെള്ളം കൊടുത്തു എന്ന വലിയ ഗുണം അല്ലാഹു നമുക്ക് തരും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മദനിയം കുടുംബം വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം. ഒരുപാട് ഉമ്മമാര് നമ്മുടെ പരിപാടി കേൾക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ നൽകാൻ പറ്റിയ നല്ല സന്ദേശമാണ് എന്ന് മാത്രമല്ല ഇത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം. അതുപോലെ നമ്മള് ഈ വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലായി വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫ്രൂട്ട്സുകൾ അത് ധാരാളമായി നമ്മൾ കഴിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ
നമ്മളെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിലും അല്ലാഹു തരുന്ന ഓരോ പഴവർഗ്ഗങ്ങൾ. ഇപ്പോൾ ചൂടുകാലമാകുമ്പോൾ കൂടുതലായി മാങ്ങകൾ, നല്ല നാടൻ മാങ്ങകൾ, മാംഗോ നമുക്ക് ധാരാളമായി ലഭിക്കും. അതൊക്കെ ഈ പ്രകൃതിയിൽ കഴിക്കാൻ വേണ്ടിയാണ് അല്ലാഹു നമുക്ക് സംവിധാനിക്കുന്നത്. ആ പ്രകൃതിയിൽ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് തരുന്ന ആ ഫ്രൂട്ട്സുകളെ അല്ലെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ കൂടുതലായി ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു